മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ ധർമ്മം, ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും വലിയ അമല്, ഏറ്റവും വലിയ ദാനം പൈസ കൊടുക്കലല്ല, ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവാക്കളല്ല. ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം അത് ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്. വിദ്യാദാനം സർവദനാൽ പ്രധാനം, വിദ്യാവിഹീനം പശു സമാനം. വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നത്, അറിവ് പകർന്നു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം എന്താ? ഇൽമ എന്നത്, അറിവെന്നത് ദീനിന്റെ നട്ടല്ല, ജീവനാടിയാണ്. ഈ ദീനിന്റെ നിലനിൽപ്പ് തന്നെ, ദീനിന്റെ ജീവൻ തന്നെ ഇൽമാണ്. ഇൽമില്ലേ ദീനില്ല, ഇൽമില്ലെങ്കിൽ ദീനില്ല. ഇൽമുണ്ടെങ്കിലേ ദീനുള്ളോ, ഇൽമുണ്ടെങ്കിലേ അമലുള്ളോ. ഇൽമില്ല എന്ന് കണ്ടാ പിന്നെ ദീനില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീന് ഇൽമിന് വലിയ പ്രാധാന്യം കൊടുത്തു, വളരെയേറെ മഹത്വം കൊടുത്തു. അള്ളാന്റെ ലോകത്ത് പരിശുദ്ധമായ ദീന് പോലെ മതവിജ്ഞാനത്തിന് മറ്റുള്ള വിജ്ഞാനങ്ങൾക്കും മഹത്വം കൊടുത്ത ഒരു മതം വേറെയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, അല്ലൽ മുഹയാത്തുദ്ദീൻ. ഇൽമെന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ഹയാത്താണ്. ലോകത്ത് ദീന നിലനിൽക്കണോ, ഇൽമ വേണോ, പള്ളി വേണോ, മദ്രസ വേണോ, ദർസ് വേണോ, ഇതൊക്കെയും നിങ്ങളുടെ നാട്ടുകാർക്ക് ഉദ്ദേശമുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരുടെയും സഹകരണമായി നിങ്ങളെല്ലാവരും ഒത്തുകൂടിയത് കൊണ്ട്, പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരെല്ലാവരും മണദണകളിന്ത സഹകരിച്ചത് കൊണ്ട് ഞങ്ങളെ പള്ളി അതാ മനോഹരമായ നിലക്ക് ഉയർത്തപ്പെട്ടു. റോഡ് സൈഡിൽ അള്ളാന്റെ പരിശുദ്ധമായ പള്ളി മനോഹരമായ നിലക്ക് നല്ല രാജകീയ പ്രൗഢിയോടുകൂടി തല ഉയർത്തി നിൽക്കുകയാണ്. ആ പള്ളിന്റെ പിന്നിൽ ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല റഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ ആ പള്ളി ഹയാത്താക്കൽ ഞങ്ങളെ കടമയാണ്. പള്ളി എന്നത് ലോകത്തുണ്ടാക്കേണ്ട ഒരു ഫ്ലാറ്റ് അല്ല, ഒരു ബിൽഡിംഗ് അല്ല. പള്ളി എന്ന് പറഞ്ഞാൽ ഹിയ ബൈത്തുല്ലാഹ്, അതല്ലാന്റെ വീടാണ്. പള്ളിയെപ്പോലെ മനോഹരമായ ഒരു സ്ഥലം, പള്ളിയെപ്പോലെ അനുഗ്രഹപൂരിതമായ ഒരു സ്ഥലം, പള്ളിയെപ്പോലെ പവിത്രമായ ഒരു സ്ഥലം അല്ലാന്റെ ലോകത്ത് വേറെയില്ല. നല്ല പോലെ കേട്ടോ, പള്ളിയെപ്പോലെ അനുഗ്രഹീതമായ ഒരു സ്ഥലം വേറെയില്ല. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരേ ഒരു സ്ഥലം അത് അല്ലാഹുവിന്റെ പള്ളികളാ. അത് കുറ്റം കുറവുകളും എണ്ണാനുള്ള സ്ഥലമല്ല. അത് മുക്രിയുടെയും സദറിന്റെയും ഖത്തീബിന്റെയും ഫിത്നയും കുറവുകളും കുന്തുകുറത്ത് ന്യൂനത്തെ നോക്കിയിട്ട് ഫിത്ന ഫസാദ് ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല. കമ്മിറ്റിക്കാർ വന്നിട്ട് ഗൗജി ഗദ്ദളം ഉണ്ടാക്കേണ്ട സ്ഥലമല്ല. നാട്ടുകാർ വന്നിട്ട് റംപാട്ട് നടത്തേണ്ട സ്ഥലമല്ല. വെറുതെ നോക്കിയാൽ പോലും അല്ലാഹു തആല വള്ളി നോട്ടത്തിന് തന്നെ കൂലി തരുന്ന ഒരേ ഒരിടം അതല്ലാന്റെ പള്ളി. ആ പള്ളി ഹയാത്താക്കുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ ഇരിക്കുക, എല്ലാവരും ഒന്ന് ഇരിക്കുക, ഒന്ന് റെഡിയായി. സ്വർഗത്തിന്റെ തോപ്പിൽ നിങ്ങൾ മട്ടം പോലൊന്ന് ഇരിക്കുക. സ്വർഗത്തിന്റെ തോപ്പാണ് ഇത്, ബദിയാറല്ല. ഇപ്പൊ ബദിയാറല്ല, 8-8:30 മണി വരെ ഇത് ബദിയാറായിരുന്നു. ഇപ്പൊ ഇത് ബദിയാറല്ല. ഞാൻ ഇത് പലവട്ടവും പല സ്ഥലത്തും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്നെക്കാളേറെ ഈ വിഷയം അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. നിങ്ങളും ഞാനും ഇരിക്കുന്നത്. ഉമ്മ കേൾക്കണം, അവിടെ ഇരുന്നിട്ട് സുറ പറയരുത്. അവിടെ ഇരുന്നിട്ട് നിങ്ങളെ സ്വകാര്യ സംഭാഷണം അവിടെ നിങ്ങൾ ചൊല്ലു തീറ. നിങ്ങളാ ഉത്തര വിഷയ ചൊല്ല തീറ. അമ്മായി മരുമോളെ വിഷയം എവിടെ മുണ്ടു തീറ. നിങ്ങൾ അടുത്തുള്ള നിങ്ങളെ മക്ക അപ്പുറപ്പുറപ്പാഞ്ഞോണ്ടുണ്ടെങ്കിൽ മുണ്ടിയോണ്ടുണ്ടെങ്കിൽ വലിയ ആൾമാർക്ക് അത് വലിയൊരു ഡിസ്റ്റർബാവും, തൊന്തരയാവും, ബുദ്ധിമുട്ടാവും. ആ മക്കളെ നല്ല പോലെ നിങ്ങൾ ജാഗ്രത ആക്കണോ, നല്ല കെയറാക്കണോ, നല്ല ചന്തത്തിൽ ദയിപ്പാട്ടണോ. എന്നിട്ട് നിങ്ങൾ നല്ല റാഹത്തിൽ കേൾക്കണോ. നിങ്ങൾ ജയിച്ച ഈ ജാഗ, ഈ ആണുങ്ങളും ഈ പെണ്ണുങ്ങളും ഈ ഇരിക്കുന്ന ഈ സ്ഥലം, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഈ ഇടം, ഇതല്ലാന്റെ ലോകത്തിപ്പ ബദിയാറല്ല. ഇത് ഭൂമിയുടെ ഭാഗമല്ല. ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്.
അള്ളാന്റെ ഭൂമിയില് മനുഷ്യന് കാണുന്ന നിലക്ക് സ്വർഗത്തിന്റെ ഒരു ഭാഗമായി, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളും പെയ്തിറങ്ങുന്ന ഒരു ഭാഗമായി, അള്ളാന്റെ തിരുനോട്ടം എപ്പോഴും ഇറങ്ങുന്ന ഒരു ഭാഗമായി, അവന്റെ സുഖലോക സ്വർഗത്തിന്റെ ഒരു ഭാഗമായി അള്ളാന്റെ റസൂല് ലോകത്ത് പരിചയപ്പെടുത്തിയത് രണ്ട് സ്ഥലം. ഈ ഭൂമിയിൽ 2 സ്വർഗത്തിന്റെ ഭാഗമുണ്ട്. അതിലൊന്ന് ഇതാ ഈ ഇൽമിന്റെ മജ്‌ലിസ്, ഈ ബദിയാറുകാരും പരിസരക്കാരുമായ നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഈ സ്ഥലം. ഇത് ബദിയാറല്ല, 8:30 മണി വരെ ഇത് ബദിയാറാണ്. ഇൻഷാ അല്ലാഹ് 10-11 മണി കഴിഞ്ഞാലും ഇത് ബദിയാറാണ്. ഇപ്പൊ ഇത് ബദിയാറല്ല. അതുകൊണ്ടാ പറഞ്ഞ നല്ല അതബിലിരിക്കണോ, അച്ചടക്കത്തിലിരിക്കണോ, ശിസ്തുബദ്ധമായിട്ടിരിക്കണോ. അമലിനെക്കാളേറെ ഇബാദത്തിനെക്കാളേറെ നല്ല പോലെ കേക്കറോ. ഇത് പഠിക്കാനായ വിഷയ, ഇത് നോട്ട് ദ പോയിന്റ്. അതായത് കൂടുതൽ ഇൽമ ഇബാദത്തല്ല വേണ്ടത്, കൂടുതൽ ഇബാദത്ത് വേണ്ട. ഇബാദത്ത് പറഞ്ഞ പോലെ ഫർളും സുന്നത്തായിട്ടുള്ളത് മാത്രം മതി, നന്നും വേണമെന്നില്ല. എന്നാൽ നന്നായിട്ട് വേണ്ടത് എന്തറിയാമോ, ഏറെ വേണ്ടത് എന്തറിയാമോ, അദബാണ്, അച്ചടക്കമാണ്, ശിസ്തുവാണ്, ബഹുമാനം, റെസ്പെക്റ്റ് ആണ്. അതില്ലാതെ പോയ അമലെല്ലാം പോയി. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, അതേ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളെ മുന്നിലോ നിങ്ങൾ വെച്ചുകൊണ്ട് തീറാ. നിങ്ങളെ ഭാഷ എനിക്ക് ശരിക്കും വരുന്നില്ല. അങ്ങനെ പോകുമ്പോ ഇടക്ക് വന്ന് കേറിന്ന് കണ്ടാ പിന്നെ അങ്ങനെ പോകും. ശ്രദ്ധിച്ചില്ലേ? സുൽത്താൻ ദാരിമി ഉസ്താദ് മുഞ്ഞാന്ന് എവിടെ കണ്ടോ അല്ലേ? ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദ് ഉണ്ടായ, സുഹരി ഉസ്താദ് ഉണ്ടായ സ്ഥലത്ത്. അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ നേതാക്കൾക്കും ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യും. ഹബീബായ റസൂലുള്ളാഹ്. ഇത് ഞാൻ ഫസ്റ്റ്, ഇത് എൻ്റെ വിഷയം ഇതല്ല, വിഷയം നോട്ടീസിലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്നാലും ഞാൻ കരുതിയൊരു വിഷയം ഉണ്ടാവുമല്ലോ. ഞാൻ ഇപ്പം അങ്ങനെ കയ്യും പിഞ്ഞിട്ട് വന്ന ആളല്ല. എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് ചൊല്ലിത്തരണം, അത് എനിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടണം. 2 മണിക്കൂർ പറഞ്ഞിട്ട് 2 കണ്ടന്റൊന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കണമെന്നില്ല. ഒരു വിഷയം നിങ്ങൾ തിങ്കാക്കിയിട്ട് ഓർമ്മ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ ഈ കാര്യക്രമം സാർത്ഥായി, ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഫലപ്പെട്ടു, ഞങ്ങൾ അധ്വാനം അത് അല്ലാഹു തആലാന്റെ അടുക്കൽ ഉപകരിച്ചു. 2 കണ്ടന്റിൽ കേട്ടിട്ട് ഫുള്ള് കാണാതെ പാടായിട്ട് ജീവിതത്തിൽ കൊണ്ടെങ്കിൽ പിന്നെ ചെല്ല വേണ്ടല്ലേ? തിരിയുന്നല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഭയങ്കര കടുക്കൽ ഇതേച്ചിറാറ് ഇരുമ്പ് പൂത്ത പോലെ അല്ല, ഒരു ചിരി, ഒരു ആറ്റാനക്കല ബർട്ട്, ഒരു റീപ്ലൈ, ഒരു പ്രതിക്രിയ ഉണ്ടെങ്കിൽ എന്നൊക്കെ സമാധാനം. അത് നിങ്ങൾ എൻ്റെ ഒട്ടിക്ക് ഉള്ളാറുന്ന, അല്ലെങ്കിൽ ഞാൻ പിന്നെ കടപ്പുറത്ത് പോയിട്ട് വയല പറഞ്ഞ പോലെ. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് മക്കളെ എതിർക്കെ കടത്തണ്ടാവല്ലേ? കുറേ വട്ട ചെല്ലിക്കേണ്ടത് പാങ്ങില്ല. ലൈവെല്ലാം കണ്ട് ആൾമാറി ചെല്ലുവാർ ഇയാൾക്ക് എന്ത് പോകും മക്കളോട്ട് ഇത്ര അർസാണ് നണ്ടത്ര പിരിച്ച നിങ്ങൾക്ക് വയ്ക്കാല മക്കളോട്ട്. ഞങ്ങൾക്കൊരു ഒസ്വാസാണ് അത്. ഈ ഒസ്വാസ് അള്ളാൻ്റെ തോഫി കൊണ്ട് ദിവസം നമുക്ക് ഓലോടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ തോന്നുന്നു ഒരു ഒസ്വാസം ഒന്നും ഇല്ല, ഇതുവരെ ഇല്ല. ഒസ്വാസ് എന്നത് അത് ഈമാനല്ല, അത് ഇബിലീസാണ്. അത് ഒഴിവാക്കേണ്ട സ്വഭാവമാണ് വസ്വാസ്. ഈ വസ്വാസ് ഒഴിവാക്കണം. ചില മനുഷ്യന്മാർക്ക് നിസ്കാരത്തിന് കയറിയെങ്കിലും ഞാൻ നിസ്കരിക്കുന്നു. മുഞ്ഞാന്ന് ഒരിടത്തൊരു ഇമാമിന് ഒരു പിന്നെ സെക്കൻഡ് ജമാഅത്ത്, ഒരു ജമാഅത്ത് കഴിഞ്ഞിനി ഒരു ഉസ്താദിനെ എതിർക്ക്, ഉസ്താദ് എന്നറിയില്ല, ഒരാൾ അയാൾ പറ്റി ഇമാവ് നിന്ന് അയാൾ ബാക്കിൽ 2 ആളുണ്ട്. അപ്പം ഞങ്ങളും ആ പള്ളിയിൽ നിസ്കാരത്തിന് കയറിയിട്ട് ബാക്കിൽ നിന്ന് കൈകെട്ടി. ഇയാൾ കൈകെട്ടിയിട്ട് ഇയ്യാക്കനാബുദ് ചെല്ലാനാണ് ഇയാൾ ഈ ജമ്പടിക്കുന്നത്. ഇത്ര കഷ്ടം എന്ത് നമുക്ക് ഇതിനില്ല? അങ്ങനെ സ്പെല്ലിങ് ശരിയാകുന്നില്ലെങ്കിൽ മുന്നേ ശരിയാക്കിയിട്ട് പറഞ്ഞേ, കൂടെ നിന്നിട്ട് ഇയ്യാന്നാക്കുന്നയാ. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, വസ്വാസം ചിലപ്പോൾ ഭയങ്കര ഈമാൻ ഫുള്ളായ ആള് അല്ല, ഇബ്ലീസ് കൂടിയ ആളത്. വസ്വാസ് പാടില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അത് ഒഴിവാക്കണം. അങ്ങനെ പിന്നെ അനുഭവമുണ്ട് സാർ. ഇപ്പല്ല, കുറച്ച് പിന്നെ ഒരാൾക്ക് ഇതേപോലെ വയലിന് പോകുന്ന വഴിക്ക് പള്ളിക്ക് നിസ്കാരത്തിന് കയറി, മാരുവിന്റെ ഈ നിസ്കാരത്തിന് കയറി ഒന്നെടുക്കാൻ വേണ്ടിയിട്ട് ഔലിന്റെ കരക്ക് പോകുമ്പോൾ ഒരു ചങ്ങ ഔലിന് എന്നെ അടിമേളാക്കുന്നു. അങ്ങും തിന്നു, ഇങ്ങ് മറിക്കുന്നു. ഞാൻ വന്ന ഫർദിനെ നിസ്കാരത്തെ ഹലാലാക്കുന്നു. അള്ളാന്റെ അതിലുള്ള മീനെല്ലാം ചത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇയാൾ തണ്ണിനെ വട്ടിയാക്കുന്നത്. അയാളെ പോലെ 4 കുറി അയാൾ ഒരു വാർത്തയിൽ ഒരാഴ്ചയിൽ 4 കുറി ഒതെടുക്കാൻ വന്ന കൊണ്ടല്ലേ ആ പള്ളിന്റെ മുക്കുറിക്ക് പിന്നെ ഔല് ക്ലീൻ ആക്കണമെന്നില്ല.
അത് നല്ല ഒരു പ്രക്രിയ അല്ല, അതൊരു മംദൂഹായ ഒരു ഏർപ്പാടല്ല, സ്തുത്യർഹമായ ഒരു സ്വഭാവമല്ല, ഒരു നിലപാടല്ല, അത് ഈമാനിന്റെ ഭാഗമല്ല, യഖീൻ ഉറക്കാത്തതിന്റെ കുറവാണ്, അത് പൈശാചികമാണ്, അത് പാടില്ല. എന്നാ വസ്വാസി എനക്കുണ്ട് വേല പറയുമ്പോ കിടാക്ക കുഞ്ഞ അയിലല്ല പായുമ്പോ നിങ്ങൾ ഇടക്കിടയ്ക്ക് എണിക്കുമ്പോ പോകുമ്പോ നക്കും ഒരു വസ്വാസ് പോലെ. അള്ളാഹു കാക്കട്ടെ. ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ല, തുടക്കത്തിലേ ചൊന്നല്ലെന്നാണ്. അദബ മുഖ്യ, അദബ് എന്നത് വലിയ കാര്യമാണ്. അദബില്ലേ അവന്റെ അമല് കൊണ്ട് കാര്യമില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കണ്ടോ? അതേ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടല്ല പച്ചക്ക് പറയുകയാണ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ നിങ്ങൾ വെച്ചുമുണ്ട് തീറാ, നിങ്ങൾ വെച്ച് സൗണ്ട് എടുക്ക തീറാ. പൊന്നാര നബി തങ്ങളെ സൗണ്ടിനെക്കാളും വെച്ചോ നിങ്ങൾ മുണ്ടോ തീറാ. അത് അദബ് കേടായിട്ടിക്കട്, അത് ബഹുമാന കുറവാവുടോ, അത് ശരിയല്ല. നബി തങ്ങളെ മുമ്പിൽ വെച്ചിട്ടങ്ങ് നിങ്ങൾ വെച്ചുമുണ്ടിയെങ്കില അതേ നിങ്ങളെ അമലുകൾ മുഴുവനും നിഷ്ഫലമാകും, നിങ്ങളെ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. നിങ്ങളെ നിസ്കാരം കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട്, ഖുർആൻ ഒത്തുകൊണ്ട് കാര്യമില്ല. അദബാണ് കാര്യം. അദബ് മസ്റ്റ്. അദബ് എന്നത് ഇമ്പോർട്ടന്റ്, അത് പ്രാഥമികമായ കാര്യമാ. സഹാബത്തിന് ആദ്യമായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചത് എന്തറിയാ? നിസ്കാരത്തിന്റെ ഷർത്ത് ഫർളല്ല. സഹാബികൾക്ക് ആദ്യമായി നബി തങ്ങൾ പഠിപ്പിച്ചത് നോമ്പിന്റെ ഹുക്കുമല്ല, ഷർത്ത് ഫർളല്ല. സഹാബികൾക്ക് ആദ്യമായിട്ട് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വർഗ നരകത്തെ പറ്റിയല്ല. തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽമി. ആദ്യമായിട്ട് ദീന് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫസ്റ്റായിട്ട് സഹാബികൾക്ക് അള്ളാന്റെ റസൂൽ പടിപ്പാട്ടി തന്ത്രകൊണ്ടുണ്ട. ഹദവായിട്ടിക്കട്, മര്യാദയായിട്ടിക്കട്. ആൽമാരുടെ എങ്ങനെ വേണോ? ഇതുപോലെയുള്ള അനുഗ്രഹീത മജ്ലിസിൽ എങ്ങനെ ജയിക്കണോ? പള്ളിറ മുട്ട എങ്ങനെ വേണോ? അലിമീങ്ങളെ മുമ്പിൽ എങ്ങനെ പെരുമാറണോ? വയസ്സന്മാർക്ക് എങ്ങനെ റെസ്പെക്ട് കൊടുക്കണോ? മുസാഫിന്റെ എങ്ങനെ കടമകൾ തീർക്കണോ? പിന്നെ അതുപോലെ തന്നെ ഉമ്മ ബാപ്പയോട് എങ്ങനെ പെരുമാറണോ? ഇങ്ങനെയുള്ള അദബുകളാണ് ആദ്യം പഠിപ്പിച്ചത്. കാരണം അദബ് എന്നത് ഇസ്ലാമിന്റെ ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണ്. അത് ഈമാനുള്ളവർക്കേ ഉണ്ടാവുകയുള്ളൂ. അദബില്ലാത്തവൻ കിബറനാണ്. അതാണ് പുത്തൻവാദത്തിന്റെ ഉറവിടം. പുത്തൻവാദികൾക്ക് പുത്തൻവാദം എന്ന് പറഞ്ഞാൽ കിബറാണ്. അതായത് നമുക്കെന്തോ അറിയാലേ, അതെല്ലാം തപ്പു, പണ്ടത്തെ നമുക്ക് എന്തു ദീനയില്ലേ, ആ കിബറിന്റെ ആ ഈൽ നിന്നിട്ടാണ് പുത്തൻവാദം വരുന്നത്. അദബ് എന്നൊരു സംഗതിയില്ല. അവർക്ക് ആലിമ് തങ്ങളിൽ നെറ്റൊന്നും ഇല്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ ഇത് ഫസ്റ്റ് മുന്നോടിയായിട്ട്, മുഖദ്യമയായിട്ട്, ആമുഖമായിട്ട് പറഞ്ഞത് ഈ മജ്ലിസിനൊരു ബഹുമാനമുണ്ട്, അത് നല്ല കീപ്പാക്കണം. ഇവിടെ അല്ലാഹുവിന്റെ മലായികത്ത് നിങ്ങൾ വരുന്നുണ്ട്, എന്നെ കാണാനല്ല, നിങ്ങളെ കാണാനല്ല. ഈ കാര്യക്രമം അല്ലാഹു പൊരുത്തപ്പെടുന്നവന്റെ നൂറാനിയത്തായ ഇൽമിന്റെ ഭാഗമാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അതുകൊണ്ടതാ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് അല്ലാഹുവിന്റെ മാലാകമാർ ഇവിടെ സംഗമിക്കുന്നു. നല്ലവർ ഇവിടെ ഹാളിറാകുന്നു, അവരോട് മജ്ലിസിൽ ഹാളിറാകുന്നവർ നല്ലത് പറയുമ്പോ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, നല്ല ഇൽമുകൾ പറയുമ്പോ. ഇന്ന് കണ്ടോ നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ടോ, ഏതോ ഒരു പുത്തൻവാദിയത മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനരായ നേതാവായ, അതിന്റെ പ്രസിഡന്റായ, പാണ്ഡിത്യം കൊണ്ട് പാണ്ഡിത്യത്തിന്റെ നിറകുടമായ അഹ്ലു ബൈത്തിലെ മഹാനരായ കാരണവരായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് മുഞ്ഞാദത ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, എന്തറിയാ, മഹാന്മാരുടെ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത്, ശംസുൽ ഉലമ തങ്ങളെ പോലെയുള്ളവരുടെ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്ത് നബി തങ്ങളുടെ റൂഹ് ഹാളിറാകലുണ്ടായിരുന്നു. ശംസുൽ ഉലമ അത് പറഞ്ഞിരുന്നു.
എന്ന് പറഞ്ഞതിനെ കളിയാക്കിയിട്ടൊരു പുത്തനുവാദി ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. എന്നാൽ അവരോട് പറയുന്നത് വിശുദ്ധ ഖുർആന് പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, നല്ലത് പറയുന്ന സ്ഥലത്ത്, നല്ലവർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ട്, എൻ്റെ മഹാന്മാരുണ്ട്, മാലാകമാരുണ്ട്. ഇതും അങ്ങനെയാണല്ലോ, ഇതും ഒരു നല്ല സദസ്സല്ല. വലിയവരായ ആലിമീങ്ങളൊക്കെ വന്ന സ്ഥല അല്ലെ, ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളെ പോലെയുള്ളവർ വന്നിട്ടില്ലേ. നമ്മുടെ നാടിന്റെ ഗണവിദ്വാംസനായിരുന്നു, അഹ്ലുബൈത്ത് കുടുംബത്തിലെ വലിയ നേതാവായിരുന്നു. ആ മഹാനരൊക്കെ കാളുകുത്തിയ നാടാണല്ലോ ഇത്. അവരൊക്കെ വരുന്ന സ്ഥലമാകുമ്പോ, അള്ളാന്റെ ദീന് പറയപ്പെടുന്ന സ്ഥലമാകുമ്പോ, അള്ളാന്റെ ഇൽമ പറയപ്പെടുന്ന സ്ഥലമാകുമ്പോ അവിടെ അള്ളാന്റെ റസൂലിന്റെ നോട്ടമുണ്ടാകും. വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഖുർആനാണിത്. ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഇത് ഐതിഹ്യ പുരാണമല്ല, വിശുദ്ധ ഖുർആനാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവാർ. ഇതെല്ലാം റസൂലുള്ള കാണുന്നുണ്ട്, അല്ല കാണുന്നു, അവന്റെ മഹാന്മാരും കാണുന്നു. അല്ല കാണുന്നത് അവന്റെ അപാരമായ കഴിവ് കൊണ്ട്, കുതിരത്തുകൊണ്ട്. അവന്റെ മഹാന്മാരായ റസൂലുള്ളാഹി തങ്ങളും മഹാന്മാരും കാണുന്നത് അവൻ കൊടുത്ത വലിയ കഴിവ് കൊണ്ട്. ഖുലൂബുനാരി ഫിനലഹാ ഉയൂനു യറമാല തറാഹുന്നാലിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി റീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. മഹാന്മാരല്ലേ ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. ഇത് വലിയൊരു സദസ്സാണ്, ഇത് ഇജാബത്തുള്ള മണ്ണാണ്. കാരണം ഇത് ഇൽമിന്റെ സ്വർഗത്തിന്റെ തോപ്പാട്. അള്ളാന്റെ ഭൂമിയില് സ്വർഗത്തിന്റെ തോപ്പായിട്ട് റസൂലുള്ള പരിചയപ്പെടുത്തി തന്നത് രണ്ട് ജാഗ. ഒന്ന് ഞങ്ങളെ ബദിയാറില്, പിന്നൊന്ന് പരിശുദ്ധമായ മദീനയില്. അത് വന്നത് വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്തോ നിസ്കാരമുണ്ട്, ഭയങ്കര ജാഗപോക. ഓരോരുത്തരുടെ നിസ്കാരത്തിന്റെ നെറ്റിയിലുള്ള കല കണ്ടെങ്കിൽ 3 പെണ്ണുങ്ങൾക്ക് പോയിട്ട് തുണി കഴുകുക, അത്ര വലിയ കല അല്ല. നിസ്കാരത്തിന്റെ കല തമാശാക്കിയല്ല, പക്ഷെ ആ കല കൊണ്ട് കാര്യമില്ല. അയാൾക്ക് നിസ്കാരമുണ്ട്, ഖുർആനുണ്ട്, ദിക്റുണ്ട്, എല്ലാ മജ്ലിസിലും അയാൾ പോകുന്നുണ്ട്. പക്ഷേ ബാപ്പയോടുള്ള ബഹുമാനം അറിയില്ല, ഉമ്മയോടുള്ള ബഹുമാനം അറിയില്ല, ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല, പള്ളി എന്താണെന്നറിയില്ല, അതിനോട് റെസ്പെക്റ്റ് ഇല്ല. കുറെ ഇബാദത്തുണ്ട്. ഞങ്ങളെ ഇന്ത്യന തലമാറു, ഹിന്ദിന തലമാറു അല്ല, ഇന്ത്യന തലമാറു അല്ലെങ്കിൽ മുന്തിന തലമാറു. മുന്തിന തലമാറു വിടാ, അത് ചെറിയ മക്കല്ലേ. ഇപ്പത്തെ തലമാറു, ന്യൂ ജനറേഷൻ. ഞങ്ങളെ യൂത്ത് വിങ് അല്ല, ഇപ്പത്തെ മൂത്ത വിങ്കും ബഹുമാനം ഇല്ല. യൂത്ത് വിങ് മാത്രമേ ചൊല്ലാണ്ട്, ഇപ്പത്തെ മൂത്ത വിങ്കും കണക്കെ. യൂത്ത് വിങ്ക് വല്യങ്ങളട്ട റെസ്പെക്ട് ബഹുമാനം ഇല്ല. അബ്ബ വന്നെങ്കും കണക്കെ. പിന്നെ ആര് വയസ്സന്മാർ വന്നെങ്കും കണക്കെ. ഏതോ ഒരു ചെറുക്ക സൈഡിൽ നിന്നിട്ട്, കാറിന്റെ സൈഡിൽ നിന്നിട്ട് സിഗരറ്റ് വലിച്ചോണ്ടെന്ന പോലെ. അത് കണ്ടിട്ടാകുമ്പോൾ അവിടെ ഉള്ള ഒരു വയസ്സായ മനുഷ്യൻ വന്നിട്ട്, അല്ലെങ്കിൽ അവന്റെ ചങ്ങായി, അവന്റെ ഫ്രണ്ട്, അവന്റെ ബ്രോ ഹാസ്, അവന്റെ ഷഡ്ഡി ദോസ്, അവൻ വന്നിട്ട് ചൊന്നോളൂ, ഇതല്ല നോപ്പോ നിന്റെ അബ്ബ വന്നിട്ടുണ്ടോ, അപ്പൊ അവൻ ചൊന്നന്തരം വന്നിട്ടുണ്ടാ, എന്റെ സിഗരറ്റ് വലിച്ചോണ്ടുള്ളല്ലേ നീന്, അബ്ബ വന്നോണ്ടുണ്ടോ സിഗരറ്റ് വലിച്ചോണ്ടുള്ളല്ലേ, അബ്ബ വന്നോണ്ടോ ചൊന്നപ്പോ ഓൻ കേട്ടവളെ, മോൻ കേട്ടവൾ അബ്ബന്റെ പെട്രോളിന്റെ ടാങ്കറാണ്, പോട്ടയില്ല സൈഡില്. ആ വലിച്ചെങ്കത്തെ തീ പിടിക്കുവാൻ അതിൽ പോട്ടയിടാൻ. ഇതാണ് ന്യൂ ജനറേഷൻ. ഇപ്പത്തെ യൂത്ത് വിങ്, യങ് മെൻസ് എല്ലാവരും അല്ല. നിങ്ങൾ ബേജാറാണ്ട ബാല്യക്കാർ. ഈ കേട്ടോ ഉണ്ടെങ്കിൽ നീ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല, നീ ബേജാറാവണേ. മൂത്ത വിങ്കും അങ്ങനെമേ, ഇപ്പത്തെ വയസ്സന്മാരും അങ്ങനെമേ. ചെറിയങ്ങളൊട്ട ബാല്യക്കാരൊട്ട ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനം, ഒരു പിരിസപ്പാട്, ഒരു കിർഫ്, ഒരു സിമ്പതി, ഒരു വാത്സല്യം, ഒരു സ്നേഹ വയസ്സന്മാർക്കും ഇല്ല. മുഞ്ഞാന്നോളെ ഒരാൾ ഭയങ്കര BP 85 ചൂടിൽ വന്നിട്ട് നണ്ടോട്ട ഉസ്താദ്. ഇപ്പത്തെ ബാല്യക്കാർക്ക് തീരെ ബഹുമാനില്ല ഉസ്താദ് വയസ്സന്മാരിൽ. എന്താ ആചാർ എന്തോ ആയിട്ടില്ല. ഞാൻ അവിടെ ഗേറ്റിലവിടെ നിന്നിട്ടിരുന്നു ഉസ്താദ്. ആ ചെറുക്കനൊക്കെ സലാം ചൊന്നോ. സുബ്ഹാന റബ്ബി,
ബാല്യക്കാർ അയാൾക്ക് സലാം ചൊന്ന പോലെ അത് ഇയാൾക്ക് ഭയങ്കര കുറച്ചല്ല, പിന്നെ ഇയാൾക്ക് സലാം തിടണേതാ? ഇപ്പത്തെ ബാല്യക്കാരോട് വയസ്സന്മാരെ കൺസെപ്റ്റ്, വീക്ഷണ, കാഴ്ചപ്പാട് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അവനൊക്കെ സലാം ചൊന്നു ഉസ്താദ്. ഇപ്പത്തെ ബാല്യക്കാർക്ക് റെസ്പെക്ട് ബഹുമാനൊന്നുമില്ല. ആ ചെറുക്കനൊക്കെ സലാം ചൊന്നോ, അസ്സലാമു അലൈക്കും. പിന്നെ നിനക്ക് എന്ത് ചലനായ നിന്റെ നിക്കാ സലാം ചെന്നത് യാറാ മാരിക്ക്? ഇതെന്ത് വയസ്സിങ്ങത്തെ? അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. അങ്ങനല്ല, ബാല്യക്കാരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. അവരെന്ന് വന്ന വല്ല ന്യൂനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സദുദ്ദേടത്തോടെ തിരുത്തണം. അവരോടെപ്പോഴും പിന്നെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അവരെ നല്ലോണം അടുപ്പിക്കണം. ഉസീക്കും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും മറഖു വഫഇദാ ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബാല്യക്കാരൊട്ട് നിങ്ങൾ നല്ല മയത്തിൽ പെരുമാറണ, നല്ല ചന്തത്തിൽ പെരുമാറണ. അങ്ങ് നിങ്ങൾ ദൂറാ കൊതീറ, അങ്ങോട്ട് നിങ്ങൾ ദടപടാന്ന് പെടപെട കൊതീറ. അങ്ങ് ചെറിയ വയസ്സല്ലേ, ചെറിയ ബാല്യപ്രായമല്ല, തെല്ല പറപ്പിറല്ലാവൂ, തെല്ല ഗടിപിടിയല്ലാവൂ. അതങ്ങളെ വയസ്സിറങ്ങണ ആയെങ്കില നിങ്ങൾ തെല്ല ഗടിപിടിയാവണ്ട. നിങ്ങൾ അങ്ങളെ നല്ലോണം പിരിസപ്പാടിൽ നോക്കണോ, അങ്ങളെ അവഗണിക്കണ്ട. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ ബാല്യക്കാരെ സപ്പോർട്ടാക്കിയിട്ട് ചൊന്നൊന്തര കൊന്തുണ്ട. ഇത് ബാല്യക്കാരും പഠിക്കണായ വിഷയ. നീ യഥാ കാട്ടുകന്നാല് പോലെ തിരിയേണ്ട ചെറുക്കല്ല, കാഞ്ചക്ക് വ്യസനിയാകേണ്ട ആളല്ല, കള്ള കഞ്ചാവിന്റെ ആളാവേണ്ടവനല്ല. ഹബീബായ നബി തങ്ങളെ നിന്റെ ചേർത്ത് പിടിച്ചിറമോണോ. നിന്റെ യഥാ റസൂലുള്ളാഹി തങ്ങളെ നല്ല ഒരു പിരിസപ്പാട് നിന്റെ ഒട്ട കാട്ടിറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തറിയാ? ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. ഞാനതാ ദീനിന്റെ പ്രബോധനം തുടങ്ങിയപ്പോ 40-ാമത്തെ വയസ്സിൽ എനിക്ക് അല്ലാഹു തആല നുബുവത്ത് തന്നു. ഞാനതാ ജനങ്ങളെ ദീനിലേക്ക് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. തൗഹീദിന്റെ വഴിയിലേക്ക്, സത്യത്തിന്റെ വഴിയിലേക്ക്, നേറിന്റെ വഴിയിലേക്ക്, നിസ്കാരത്തിന്റെ വഴിയിലേക്ക്, ധർമ്മത്തിന്റെ വഴിയിലേക്ക് ഞാനതാ മക്ക നാട്ടിൽ ജനങ്ങളെ വിളിക്കുമ്പോ ഫസ്റ്റായിട്ട് നിന്റെ പളക്ക കേട്ടിട്ട് നണ്ടൊട്ടിക്ക് കൂടിയതാറുകൊന്തുണ്ടാ. നക്ക് റൈറ്റ് ഹാൻഡായി ലെഫ്റ്റ് ഹാൻഡായി സപ്പോർട്ട് നിന്നതാറുകൊന്തുണ്ടാ. അശബാബ് ബാല്യക്കാരാണ്. ലമ്മാ ഖാലഫനി ശുയൂഖ് വയസ്സന്മാരായ കുറച്ച് പ്രായമുള്ള ഹിരിയന്മാരായ ആ നാടിന്റെ മന്നന്മാരായ അന്നത്തെ വലിയ ഉമറാക്കളായ അബൂജഹലിനെ പോലോത്തവർ, ഉത്തുബത്തിനെ പോലോത്തവർ, അബൂ സുഫിയാൻ തങ്ങളെ പോലെയുള്ളവർ, അവർ അന്നത്തെ വലിയ ഹിരിയന്മാരായിരുന്നു, സിറ്റിസൺ പ്രജകളായിരുന്നു, വയസ്കരായിരുന്നു. അവരെല്ലാവരും നബി തങ്ങളെ അവഗണിച്ചോ, നബി തങ്ങളിൽ നിന്നിട്ട് വിട്ടുമാറി. പൊന്നാര നബി തങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തില്ല. പൊന്നാര നബി തങ്ങൾക്ക് ധൈര്യം പകർന്നു കൊടുത്തത്, പൊന്നാര നബി തങ്ങൾക്ക് സ്ഥൈര്യം ചൊല്ലിക്കൊടുത്തത്, പൊന്നാര നബി തങ്ങളെ ബളകൈ ബണ്ടറായിട്ട് നിന്നത് ബാല്യക്കാരായ ഉമർ ഖത്താബ് തങ്ങളാണ്, ബിലാൽ ഇബ്നു റബാഹ തങ്ങളാണ്, അലിയാർ തങ്ങളാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഇതുപോലെയുള്ള ബാല്യക്കാരായിരുന്നു ദീനിന്റെ നട്ടല്ല. എന്ന ഇന്നത്തെ ബാല്യക്കാരോ ചിരിക്കാൻ വേണ്ടി പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാ. ഇന്നത്തെ ബാല്യക്കാരോ അവർ ദീനിന്റെ നട്ടല്ലാകുമോ? അവർ പരിശുദ്ധമായ ദീനിന്റെ അന്ധകരാണ്, ദീനിന്റെ കൊലയാളികളാണ്. ഇന്നത്തെ ഞങ്ങളെ മക്കളെ കോലം കാണുമ്പോ അവരുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, സംസ്കാരം, അവരെ കൾച്ചർ, അത് കാണുമ്പോ വല്ലാത്ത ദുഃഖമുണ്ട്. അവർ അങ്ങനെയാകേണ്ടവരല്ല. ഞങ്ങളെ മോളെ കണ്ടോ, ഞങ്ങളെ പെണ്ണുമോളെ കണ്ട ഇപ്പൊ നോക്കറോ മക്കനെല്ലിട്ടിട്ട് ഫർദല്ലിട്ടിട്ട് കാണുമ്പോ മഹദി ഇമാമിന്റെ അടക്ക അല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയാന്റെ അടക്ക അല്ലേ തലാട്ടൂറിലെ നിങ്ങളെ മോളെ വിഷയ ബനു ഇസ്രായേലിന്റെ കഥ അല്ല. നിങ്ങൾ ഔത്തുനിന്ന് ഇഴിഞ്ഞിട്ട് വന്ന് നിങ്ങളെ മോളെ വിഷയ കാണുമ്പമേ എന്ത് ഈമാന് അല്ലേ. വയലൂരോടെ പറഞ്ഞു നിങ്ങളും അങ്ങനെ തൊപ്പിയല്ല വെച്ചിട്ട് ആഹാ കൈമുത്തണോ കാളുമുത്തണോ അല്ലേ. നാളെ സുബൈക്ക് ബജാർക്ക് പോകുമ്പോ ഉടന്നു പോയിട്ട് പിന്നെ വാട്സപ്പിലെ ഹായ് ഹൂയി ചൊല്ലുമ്പോ ഓണ്ട് ഈമാൻ ഇസ്ലാം
അവിടെയാണ് അള്ളാന്റെ പരീക്ഷണം വന്നത്. പോവാതെ തന്നെ. അല്ലെങ്കിൽ അള്ളാന്റെ പരീക്ഷണം എപ്പോഴേ പൊട്ടിയാണ്? ഇത്തരെല്ലാം മഹാന്മാർ ആലിമീങ്ങൾ ദ്വാരുന്നിട്ട്, ഇത്തരെല്ലാം വയസ്സന്മാർ സുജൂദിട്ടിട്ട് അള്ളഹാനോട് ദ്വാരുന്നിട്ട്. ഞങ്ങളെ സമുദായം ഇന്ന് വളരെ വഴിപടച്ചു, എല്ലാം കൊണ്ടും അവർ താറുമാറായി. ഇനി അല്ലറ ചില്ലറ മനുഷ്യന്മാർക്ക് ഇബാദത്തുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദിക്റുണ്ട്, പക്ഷേ അതബില്ല, അലിമീങ്ങളോട് റെസ്പെക്റ്റ് ഇല്ല, തങ്ങന്മാരോട് ബഹുമാനമില്ല, വയസ്സന്മാരോട് ആദരവില്ല, അബ്ബ ഉമ്മയോട് പിന്നെ ബഹുമാനമില്ല. ഇണ്ടത്തെ ചില ചെക്കന്മാർ ചെറുക്കന്മാർ ബാല്യക്കാർ ചെന്ന പളക്കെന്ത്ര കൊന്തുണ്ട. ഏത് ഉസ്താദില, എന്ത് കാലില, ഏത് കാലില, ഏത് മൊയിലാറില പോയി പണി നോക്കട്ല എന്ന് ചൊല്ലുന്ന കേട്ടില്ല നിങ്ങ? ഇന്നത്തെ ബാല്യക്കാർ, ഇതിലെ തലതെറിച്ച ബാല്യക്കാർ, അവർ ദീനിന്റെ മക്കളല്ല. അവരെ കൊണ്ട് ദീനിന് 5 വയസ്സിന്റെ ഗുണമില്ല. ആദ്യം വേണം അദബ്, ബഹുമാനം.